നമസ്കാരം, എല്ലാവർക്കും അക്ഷയ മലയാളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന PMUY എന്ന പദ്ധതി വഴി ഗ്യാസ് കണക്ഷനുള്ള ഗുണഭോക്താക്കൾക്ക് 300 രൂപ വീതം സബ്സിഡി ആയിട്ട് നിലവിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത്. ഒരു വർഷം പരമാവധി 9 സിലിണ്ടറുകൾക്ക് വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ സബ്സിഡി തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിരിക്കണം. ഇതുവരെ KYC ചെയ്യാത്തവർ ഈ മാർച്ച് 31-നകം തന്നെ ഇത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ 300 രൂപയുടെ സബ്സിഡി ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നതിൽ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. BPL അല്ലെങ്കിൽ AY റേഷൻ കാർഡുകളിലെ സ്ത്രീകളുടെ പേരിൽ ലഭിച്ചിട്ടുള്ള ഗ്യാസ് കണക്ഷനുകൾക്കാണ് ഉജ്ജ്വല യോജനയിൽ ആനുകൂല്യം ലഭിക്കുന്നത്. നിലവിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ലെങ്കിലും നിലവിലുള്ളവർക്ക് ഈ ഒരു ആനുകൂല്യം ഉറപ്പാക്കാം. കൂടാതെ സബ്സിഡി ലഭിക്കാത്ത സാധാരണ ഗാർഹിക കണക്ഷനുള്ളവരും ഈ KYC ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവർക്കായിട്ടുള്ള നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്ക് അപേക്ഷ സമർപ്പിച്ച അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള തുക വിതരണം ആരംഭിക്കുകയാണ്. സ്കോളർഷിപ്പ് തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. നിലവിൽ വിവിധ സ്കീമുകളുടെ ഗുണഭോക്താ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന സമയം കൂടിയാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ കൂടി തന്നെ എല്ലാ സ്കീമുകളുടെയും ധനസഹായ വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ തങ്ങൾ അപേക്ഷിച്ച ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ഗുണഭോക്താ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. മാസങ്ങളായിട്ട് അപേക്ഷ നൽകി കാത്തിരുന്നവർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ എന്നിവർക്കായിട്ട് സ്വയം തൊഴിൽ വായ്പ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 20-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരമാവധി 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഈ വായ്പയ്ക്ക് തുക 20% സബ്സിഡി ആയിട്ട് ലഭിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയെ കവിയാൻ പാടുള്ളതല്ല. BPL കുടുംബങ്ങൾക്കും 18 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുള്ളവർക്കും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളുള്ളവർക്കും പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ www.ksmdf.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള 3ാമത്തെ ഗഡു വിതരണമാണ് ഈ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നത്. DBT സെല്ലിൽ നിന്നും ഔദ്യോഗികമായിട്ട് ലഭിച്ച വിവരം മനസ്സിലാക്കി ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് 27-ാം തീയതി മുതൽ ലഭിക്കുക. 26,46,000-ഓളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് വഴി നേരിട്ടും ക്യാഷ് എത്തിച്ചേരുക. ചൊവ്വാഴ്ച ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും DBT സെൽ വഴിയുള്ള വിതരണമായതിനാൽ തന്നെ അന്ന് തന്നെ വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കും അടുത്ത മാസത്തിന് മുമ്പായിട്ട് വിതരണം പൂർത്തിയാക്കും. ചൊവ്വാഴ്ച വിതരണം ആരംഭിച്ചാലും കൈകളിൽ പെൻഷൻ എത്തുന്നവർക്ക് 2-3 ദിവസങ്ങൾ കൂടി കാലതാമസം കൂടി ഉണ്ടായേക്കാം. എന്നാൽ ഫെബ്രുവരി 5-ാം തീയതിയോടുകൂടി എല്ലാവരുടെ കയ്യിലും തുക എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കാരണം പെൻഷൻ മുടങ്ങിയവർക്ക് ഫെബ്രുവരി 1 മുതൽ 20-ാം തീയതി വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴി നിങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേസമയം ആനുകൂല്യം തുടർച്ചയായിട്ട് ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ ചില മാനദണ്ഡങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയ്ക്ക് കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, ആധാറിന്റെ ഒരു പകർപ്പ് ബന്ധപ്പെട്ട ഓഫീസുകൾ ഏൽപ്പിക്കണം. കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ലാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകൾ വഴിയൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ പെൻഷൻ നിങ്ങൾക്ക് തടസ്സമില്ലാതെ തുടർന്നുള്ള മാസങ്ങളിലൊക്കെ തന്നെ ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.